വിദ്യാഭ്യാസ മേന്മയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ എൻട്രൻസ് വന്നപ്പോ എന്താണ് അവസ്ഥ? നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് വന്നപ്പോ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് വന്നപ്പോ എന്താണ് അവസ്ഥ? നേരത്തെ കേരളത്തിലുള്ള ആളുകളായിരുന്നല്ലോ 80% ആളുകൾ. ഇപ്പൊ എത്ര പേർക്കുണ്ട്? IIT-കളില് എൻട്രൻസ് വന്നപ്പോ കേരളത്തിലുള്ള ആളുകളെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ JNU എന്ന എൻട്രൻസ് ആരംഭിച്ചത്. JNU എൻട്രൻസ് ആരംഭിച്ചിട്ട് എത്ര കാലമായി? JR പത്മകുമാറിന് അതേ കുറിച്ച് ധാരണയില്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം JNU അല്ല പറഞ്ഞത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് വന്നപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നാണ് പറയാ. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ജവഹർലാൽ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാ. ഞാൻ സംസാരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ശ്രമിക്കാട്ട, ആദ്യം അങ്ങനെയാണ് തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞപ്പോ വന്ന ഒരു ഇതായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷത്തെ മലയാളി വിദ്യാർത്ഥികൾ. ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയിൽ എനിക്ക് മാത്രം പരിചയമുള്ള ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ മലയാളികളുടെ ലിസ്റ്റ് ഞാൻ പറയാം. എത്രയോ മലയാളി കുട്ടികൾ ഡൽഹി സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. എന്താണെന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായി അറിയാം. കേരളം 1957 ഒന്നാം EMS സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും മുന്നിൽ നിൽക്കാണ്. ഏറ്റവും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഉന്നതമായ നിലവാരത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലും നിങ്ങൾക്ക് കാണാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കാണാം. നിങ്ങൾ ഈ ചർച്ചയെ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും മാറ്റി മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശമല്ല നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിലെ RSSന്റെ നിർദ്ദേശങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും അനുസരിച്ച് ഓരോ ദിനവും കാണിച്ചു കൂട്ടുന്ന ഗോഷ്ഠികളാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തുമ്പോൾ ആ സംഘടനകളുടെ സമരത്തെ ഈ നിലയിൽ പുച്ഛിച്ചും അവമതിച്ചും റോട്ടിലിറങ്ങിയും അതേപോലെ തന്നെ റോട്ടിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ വാഹനത്തിന് 75,000 രൂപ 78,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് കണക്കാക്കിയത് കേരള പോലീസല്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ സമരം നിങ്ങൾ പറയുന്ന രീതിയിൽ വലിയ മാന്യമായിട്ടുള്ള സമരമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കേരള പോലീസ് ആണല്ലോ 78,000 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട് വെള്ളയമ്പലത്ത് വെച്ച് ഗവർണർ വാഹനത്തിൽ അടിച്ചതില്. കേരളത്തിലെ പോലീസ് അല്ലേ കണക്കാക്കിയത്? അല്ല സെൻട്രൽ പോലീസ് അല്ലല്ലോ, രാജ്ഭവൻ പോലീസ് അല്ലല്ലോ. അതിനാണല്ലോ രണ്ടാഴ്ച 3 ആഴ്ച നിങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ കിടന്നത്. ചെയ്യുന്നില്ല നേരത്തെ വാദം. ഇപ്പം വാദം മാറിയോ? നിങ്ങളുടെ സ്വന്തം വാദത്തിൽ തന്നെ കോൺട്രഡിക്ടറി ഉണ്ടാകുന്നു, കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നു. പറഞ്ഞു കേരളത്തിലെ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. അല്ല അതല്ല പറഞ്ഞത്. ഗവർണർ നിലമേലിറങ്ങിയതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല. അതിലാണ് 78,000 രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നത്. ഒരാളെങ്കിലും ഇന്ന് നിലമേലിൽ ഒരാളെങ്കിലും ആ കാറിന്റെ മേൽ സ്പർശിച്ചോ? ആ കാറിന്റെ മേൽ ഒരാളെങ്കിലും ഇന്ന് സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായോ നിലമേലിൽ? നിങ്ങൾ പറ. ഒരാളെങ്കിലും ആ കാറിൽ അടിക്കുന്നു. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസിന് അറിയാമായിരുന്നു. ഇത്രയും പത്രക്കാരോട് വന്നെങ്ങനെ ഒരു നിങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര പോകുമ്പോൾ ഒരു ഷൂ പോയത് വീഡിയോയിൽ എടുത്തതിന്റെ പേരിൽ പത്രപ്രവർത്തകർക്കെതിരെ കേസെടുത്തതാണ്. നിലവിൽ ഇത്രയും പത്രപ്രവർത്തകർ വന്നെങ്ങനെ? പോലീസ് ഇത്രയും വന്നത് എങ്ങനെ? അപ്പൊ നിങ്ങൾ നേരത്തെ പ്ലാൻഡ് ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ പോലീസിന്റെ ഡ്യൂട്ടി എന്താ?
അത് ഒഴിവാക്കുകയല്ലേ? ഷൂ എറിഞ്ഞതല്ലേ? അല്ല, ഷൂ എറിഞ്ഞപ്പോ ഫോട്ടോ ഒന്ന് വീഡിയോ എടുത്തപ്പോ നേരത്തെ പ്ലാൻ ചെയ്താണ്. പത്രപ്രവർത്തകർ ഷൂ എറിയുന്ന ആളും കൂടെ ഗൂഢാലോചന നടത്തിയാണെന്ന് പറഞ്ഞ് കേസെടുത്താലേ നിങ്ങള്. അപ്പൊ അതാ വാദമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. യാത്രയുടെ സമയത്ത് ആർക്കും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ടൊന്നും പോകാൻ സാധിക്കില്ലായിരുന്നു. അടിച്ചൊതുക്കിയ ഗൺമാനെതിരെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ അടിച്ച് ഒതുക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ. അപ്പോൾ തിങ്കളാഴ്ച ആണ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇരട്ട നീതി, അതിനെക്കുറിച്ചാണ് ശ്രീ JR പത്മകുമാർ ആദ്യം തന്നെ പറഞ്ഞത്.